ഹലോ, ഞാൻ വീണ്ടും വന്നു. ഞാനേ ഫോളോ ചെയ്യുന്നൊരു യൂട്യൂബറാണ് ലേഖ അംബുജാക്ഷൻ എന്ന് പറയുന്നത്. അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് 4th സ്റ്റേജ് ക്യാൻസറാണ്. ഓൾമോസ്റ്റ് എല്ലാ ഓർഗൻസിലും ക്യാൻസർ ആയിട്ടുണ്ട്. പക്ഷേ അവർ എല്ലാ ദിവസവും യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വരാറുണ്ട്. അവരുടെ വരുമാന മാർഗവും കൂടിയാണ്. അപ്പം അവരൊരു ദിവസം കണ്ടില്ലെങ്കിലാണ് നമുക്കൊരു ടെൻഷൻ. കാര്യം വയ്യായ്ക വല്ലതും ഉണ്ടോ എന്നുള്ളത്. അത്ര വയ്യായ്ക ഉണ്ടെങ്കിൽ മാത്രമേ അവർ വരാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഒരുങ്ങി നല്ല നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ഒന്നുകിൽ അവരുടെ അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫാമിലിക്കാർ എന്തെങ്കിലും പറയും. അപ്പം ഒരു ദിവസം പോലും അവരെ കണ്ടില്ലെങ്കിലാണ് നമുക്കൊരു ടെൻഷനെ. അങ്ങനെയുള്ള അവരെ ഫുൾ നെഗറ്റീവ് പറഞ്ഞ് നെഗറ്റീവ് കമൻസ് ഇടുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവർ കഴിഞ്ഞ ദിവസം ഭയങ്കര വിഷമത്തിൽ അത് പറയുന്നത് കേട്ടെ. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്നുള്ളതാണേ. അപ്പം എന്തൊക്കെയാ പറഞ്ഞു വെച്ചാൽ, ലിപ്സ്റ്റിക് ഇടുന്ന കണ്ടില്ലേ, ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവൾക്ക് ക്യാൻസർ വന്നത്. ഇവൾക്ക് ക്യാൻസർ ഉണ്ടെന്നും തോന്നുന്നില്ല. പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ അവരൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവർ കാല് വെച്ചിരുന്നു കേട്ടോ. അത് അവരുടെ ഒരു സുഖത്തിനിരുന്ന, ഇല്ലെങ്കിൽ തന്നെ എന്താ കാല് വെച്ചിരുന്നാൽ ഇരുന്നതിന് അതും അഹങ്കാരം എല്ലാം അവരെ അങ്ങനെ ഒരു ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ. നമുക്ക് അവരെ ഒന്നും പറയാൻ തോന്നൂല, അത്രയ്ക്ക് വയ്യ അവർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യർ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെയൊക്കെ എങ്ങനെ കമൻറ്റ് ഇടാനായിട്ട് തോന്നുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമുക്ക് ചുറ്റിനും ഉണ്ട്. ഇങ്ങനെയുള്ളവരാണല്ലോ ഇടുന്നത്. അപ്പം നമ്മുടെ എല്ലാവരുടെയും അറിയാവുന്നവരും ഒക്കെ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കുള്ളൊരു അനുഭവം പറയാം. ഞാൻ ഉണ്ടായിരുന്നൊരു സ്ഥാപനത്തിൽ ഒരു ലേഡി ഡെയിലി പള്ളിയിൽ പോയിട്ടാണ് വരുന്നത്. പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കൂടെ ഉള്ളവർക്ക് എങ്ങനെ പാര പണിയാം. അവരെ പേടിച്ചിട്ട് അവിടെ ഉള്ളവർ അവരോട് മിണ്ടുമായിരുന്നു. കാര്യം അവരുടെ അടുത്ത് പിണങ്ങുന്നവർക്കെല്ലാം ഓരോ പണി കിട്ടും. കാരണം ഇവർ പ്രാഗിയിട്ട് ഡെയിലി പള്ളിയിലൊക്കെ പോകുന്നതിൻ്റെ. പിന്നെ ഇച്ചിരി സമയം കിട്ടിയാൽ പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ടല്ലോ, അത് വായിക്കും. അത് അടച്ചു വെച്ചാൽ നേരെ ദുഷ്ടത്തരമാണ് കാണിക്കുന്നത്. മാനേജ്മെൻറ്റിന് ചെന്നിട്ട് ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുക ഓരോരുത്തരെക്കുറിച്ച്. പിന്നെ എന്തൊക്കെ ദുഷ്ടത്തരം കാണിക്കാവോ അതുപോലെ തമ്മി തല്ലിക്കാനുള്ള സകല പരിപാടികളും. പിന്നെ അവരെ അറിയാവുന്നതുകൊണ്ട് അവർ പറയുന്ന ആരും വിശ്വസിക്കത്തില്ല. ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ എല്ലാവരും അങ്ങ് കളയും. അങ്ങനെ ഒരു ലേഡി, എല്ലാവരും വേറൊരു രീതി തന്നെയാണ് അവരെ കാണുന്നത്. അവരുടെ മുമ്പിൽ പക്ഷേ ചിരിച്ചഭിനയിക്കുന്നവരുണ്ട്. ഞാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലാണ് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് അവരുടെ അടുത്ത് മിണ്ടിയിട്ടുള്ളത്. എന്ന് ഞാൻ ഒരു കൈ അകലത്തിൽ ഇവരെ നിർത്തിയിട്ടുള്ളൂ. കാരണം എനിക്ക് സംസാരിക്കുന്നതോടെ ഇഷ്ടമല്ല. കാര്യം എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയാനാണ് ഇവർ വരുന്നത് തന്നെ. രാവിലെ കാണില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ഫസ്റ്റ് കയറി വരുമ്പോഴേ. കാര്യം ഭയങ്കര നെഗറ്റിവിറ്റിയാണ് ഇവർ. ഫുൾ ടൈം പ്രാർത്ഥനയാണ്. ഇവരുടെ പ്രാർത്ഥന ആര് കേൾക്കാനാണ്? ഇവരെന്തിനാണ് പേടിക്കുന്നത്? പിന്നെ ഒരാൾ, ഞാൻ അമ്പലത്തിൽ പോയപ്പം എൻ്റെ വീടിൻ്റെ കുറേ അപ്പുറത്തുള്ള ഒരാൾ, എനിക്കറിയാം, അവരെ കണ്ടിട്ടുണ്ട് ആ ചേച്ചി. അവരെൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വീട് വെക്കുന്ന ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് വെക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞ അതെന്താ അങ്ങനെ ഒരു വീട് വെക്കുന്നത്? ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ഒരു വീടെന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുടെ ബന്ധുക്കളെല്ലാം അപ്പുറമൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണേ, വലിയ വീടുകളാണല്ലോ വെച്ചത്, ഒറ്റ നിലയാണോ, പുറമേ ഒരു ഫാഷനും കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീടാണ് ഞങ്ങൾ വെച്ചത് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുറത്താരും കാണാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കുന്നൊരു വീടാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പിന്നെയും അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു, എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് അകത്ത് കയറി നോക്കിക്കോട്ടെ എന്നേ. അപ്പോഴും അവർക്ക് ആ ഒരു ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അകമൊക്കെ നോക്കിയിട്ട് ഇത്രയും സൗകര്യമൊക്കെ ഇതിനകത്തുണ്ടെന്ന് പുറത്തുനിന്ന് കണ്ടാൽ പറയത്തേ ഇല്ല. ഞാൻ പറഞ്ഞു പുറത്തുള്ളവർക്ക് കാണാൻ വേണ്ടി അല്ലല്ലോ, നമുക്ക് വേണ്ടി വെച്ചതല്ലേ ഇത് എന്ന് അപ്പോഴും ഞാൻ പറഞ്ഞ് എൻ്റെ മര്യാദയ്ക്ക് ഞാൻ അത്രയും പറഞ്ഞു വിട്ടു. അവർ പോയി. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു ബന്ധവും ഇല്ല ഞാനും അവരും തമ്മിൽ. ഞാൻ വെക്കുന്ന വീട് എൻ്റെ ബന്ധുക്കളെ വീടുമായിട്ട് കമ്പയർ ചെയ്യുന്ന അവർ. വല്ല കാര്യമുണ്ടോ? എല്ലാവരും ഒരുപോലെയാണോ? എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണോ? എല്ലാവരും ഒരേ സാമ്പത്തികമുള്ളവരാണോ? എല്ലാവരും എന്തിനാണ് ഇവരിതൊക്കെ അറിയുന്നത്? അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അവർക്കൊരു ബന്ധമില്ലെങ്കിൽ പോലും അറിയണം. വേറൊരു സംഭവം, ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ ഒരു കുട്ടിയുടെ അമ്മൂമ്മയാണ് കുട്ടീനെ നോക്കുന്നത്. അച്ഛനും അമ്മയും പുറത്താണ്. കുട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയാണ്, 2ാം ക്ലാസ് എന്തോ ആയിട്ടുള്ള അന്ന്. അപ്പോൾ പിന്നെ അമ്മൂമ്മ ഭയങ്കര സ്മാർട്ടാണ്. കുട്ടിയുടെ കാര്യങ്ങളും ഹോംവർക്ക് എല്ലാം പക്ക നോക്കുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് കുട്ടിയുടെ അമ്മമ്മ എന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പ്രായത്തിലും പഠിത്തം, അവരുടെ ഭക്ഷണം, എല്ലാ കാര്യങ്ങളും ഭയങ്കര അടുക്കും ചിട്ടയായിട്ട് ചെയ്യുന്നു. പിന്നെ ഓരോ ദിവസവും ഓരോ അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥന, ഭയങ്കര നല്ലൊരു അമ്മമ്മ. അപ്പം ഞാൻ ആൻറ്റിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അവരെന്നോട് എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കും. ഒരു പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് എന്തോ സ്കൂളിൽ വരാത്തപ്പം എവിടെ പോയി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ അഡ്മിഷന് വേണ്ടി പോയതാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നടുത്താണ്. എടുത്ത വായിലൊരു പറയാണ്
ഓ ഇതൊക്കെ പണ്ട് ഭയങ്കര ആൾക്കാർക്ക് ബഹുമാനമൊക്കെ ഉള്ളൊരു ജോബായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിക്ക് ഇന്ന സ്ഥലത്ത് കിട്ടിയിട്ട് പോലും ആ കൊച്ചു പറയും ഒരു മനുഷ്യരെ കൊണ്ട് എടുപ്പിക്കരുത്, ഒരു വിലയില്ലാത്തൊരു പ്രൊഫഷനാണ് എന്നൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. പിന്നെ ഞാൻ ആലോചിക്കായിരുന്നേ, ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇനി ഇങ്ങനൊരു അസൂയ തോന്നണമെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളാണ്, അതിന് കിട്ടിയില്ല, എൻ്റെ മോക്ക് മാത്രം കിട്ടി എങ്കിലും അവർക്കൊരു ചെറിയ അസൂയാവുക. അതോടുകൂടി ആ ബന്ധം അവിടെ അവസാനിച്ചു. ഇങ്ങനെയുണ്ട് ചിലർ, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അസൂയ. അപ്പം ഇപ്പം തന്നെ ആ അഖിലെന്ന് പറഞ്ഞ ഒരാളുടെ വൈഫിൻ്റെ ഇഷ്യൂ എല്ലാവരും എടുത്തിട്ട് എൻ്റെ ദൈവമേ അയാളുടെ പഴയ റീലും എന്തൊക്കെ എടുത്തിട്ട് അയാളെ എങ്ങനെയൊക്കെ അയാൾ നാണം കെടുത്താവോ അതുപോലെ എന്തൊരു സന്തോഷം ഒരു വീട്ടിലൊരു പ്രശ്നം നടക്കുമ്പോൾ. ഇങ്ങനെയുള്ളവരുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഞാൻ ഭയങ്കര നല്ല സ്വഭാവം, ബാക്കിയുള്ളവരെയൊക്കെ കുറ്റം പറയും. അല്ല കേട്ടോ, ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എനിക്ക് എൻ്റേതായ കുറവുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആർക്കും ഒരു ദ്രോഹവും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ആരുടെയും ഒരു ദുഃഖം കാണുമ്പോൾ സന്തോഷിച്ചിട്ടും ഇല്ല, അത് എനിക്ക് ഉറപ്പാണ്. അത്യാവശ്യം ദൈവഭയവും ഉണ്ട്. പിന്നെ വേറൊന്നുമില്ല. അപ്പം എനിക്ക് നിങ്ങളോട് ഇതൊന്ന് പറയണമെന്ന് തോന്നി. ശരി, ബൈ.